Hi friends, welcome to Samoochis. Samoochis-il ഇന്ന് നമുക്കൊരു ചില്ലി ഫിഷ് തയ്യാറാക്കിയാലോ. ചില്ലി ഫിഷ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആവോലി മീനാണ്. 5 പീസ് ആവോലി മീൻ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കുക, 1/2 സ്പൂൺ സോയ സോസ്, 1 സ്പൂൺ നാരങ്ങ നീര്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മീനിനകത്ത് തേച്ച് പിടിപ്പിക്കണം. ഈ മസാല എടുത്തിട്ട് നമ്മൾ ഈ മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. മീൻ കഷ്ണങ്ങളിലെല്ലാം ഞാൻ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ചില്ലി ഫിഷ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, 4 പച്ചമുളക്, ഇതെല്ലാം നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്, കുറച്ച് മല്ലിയില, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇതിനാവശ്യമായ ഉപ്പ്, 1 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഇതിനാവശ്യമായ എണ്ണ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് സോസസ് കൂടെ വേണം, അത് ഞാൻ ചേർക്കുന്ന സമയത്ത് എൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞു തരാം. ഇനി എങ്ങനെയാണ് ഈ ചില്ലി ഫിഷ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഫ്രൈ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീനിൻ്റെ ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. മീനിൻ്റെ 2 സൈഡും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് എടുത്ത് മാറ്റാം. മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചില്ലി ഫിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാനുള്ള ഫ്രൈ പാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ അല്പം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, സവോള, ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മീൻ ഫ്രൈ ചെയ്തത് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ടാണ്, അപ്പോൾ ഇവിടെ ചേർക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. സവോള ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നോക്കിനി മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 സ്പൂൺ കൂടെ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഈ മുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ പച്ച ചുവയൊന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ സോയ സോസ്, ഒരല്പം വിനീഗർ. ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന കോൺഫ്ലോർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഇതിന് ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം നാരങ്ങ ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചില്ലി ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് അല്പം മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചില്ലി ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്